തിരുവനന്തപുരത്ത് ആമഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിട്ടെ റോബോട്ടിക് ക്യാമറയിൽ മനുഷ്യ ശരീരം കണ്ടതായി സംശയമുണ്ടായിരുന്നു. എന്നാൽ അതങ്ങനെയല്ല, ചാക്കുകെട്ടുകളാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. 28 മണിക്കൂറിലേക്ക്, ഏകദേശം 2ാം ദിവസത്തിൽ 28 മണിക്കൂറിലേക്ക് ജോയിക്കായുള്ള തിരച്ചിൽ അത് തുടരുകയാണ്. ഇപ്പോൾ NDRF-ഉം ഫയർഫോഴ്സുമാണ് തിരച്ചിൽ നടത്തുന്നത്. വൈകിട്ടോടെ നേവിയുടെ സംഘം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. അങ്ങനെ സംവിധാനത്തിൽ, മനുഷ്യശേഷിയിൽ, ഉപകരണങ്ങളിൽ സാധ്യമായതെല്ലാം ഉപയോഗിച്ച് ജോയിയെ കണ്ടെത്താനുള്ള ഒരു രക്ഷാദൗത്യം അതിൻ്റെ മണിക്കൂറുകൾ നീണ്ടിട്ടുള്ള പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും പ്രതീക്ഷയ്ക്കൊത്ത വാർത്തകളൊന്നും വരുന്നില്ല. പതിവ് പോലെ ഇന്നലെ അടക്കം സൂചിപ്പിച്ചതുപോലെ മാലിന്യം അതൊരു വലിയ പ്രതിസന്ധിയായി, ഇത്രത്തോളം പ്രതിസന്ധിയായി മാറിയൊരു കാഴ്ച ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. തലസ്ഥാന നഗരി അങ്ങനെ സമാനതകളില്ലാത്ത, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഇത്രത്തോളം ദൈർഘ്യമൊരു രക്ഷാപ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേർന്നു. ഷഫീദ്, 28 മണിക്കൂറിലേക്ക്, അതായത് ഒരു മനുഷ്യൻ 150 മീറ്റർ ടണലിനടിയിൽ കുടുങ്ങി, ആമയഞ്ചോട് തോടൊഴുകുന്ന ഒരു 150 മീറ്റർ നീളമുള്ളൊരു ടണലിനടിയിൽ ഉണ്ട് എന്ന നിഗമനത്തിൽ പരിശോധന ആരംഭിച്ച് 28 മണിക്കൂർ പിന്നിട്ടിട്ടും പോസിറ്റീവായ ഒരു വാർത്തയും വരുന്നില്ല. വിവരങ്ങൾ. സുഹേലെ, നമുക്ക് അതുതന്നെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും. കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം ഫയർഫോഴ്സും സ്ക്യൂബ സംഘവും കഴിഞ്ഞ് 28 മണിക്കൂറായി തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള ആമയിഴഞ്ചാൻ തോട്ടിൽ തിരച്ചിൽ നടത്തുകയാണ്. ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ട് ആ മനുഷ്യന് പക്ഷേ ഇതുവരെയും അതിനൊരു പോസിറ്റീവ് റിസൾട്ട്, അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിദാരുണമായിട്ടുള്ള, നമ്മളടക്കം തലകുനിക്കേണ്ട, അതിൽ തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനടക്കം നാണിച്ച് തലകുനിക്കേണ്ട സാഹചര്യം. നമ്മൾ കൂടി ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലം, നമ്മളെല്ലാവരും വലിച്ചെറിയുന്ന മാലിന്യം, ആ മാലിന്യ കൂമ്പാരത്തിൽ ഒരു മനുഷ്യന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ സർവൈവൽ സാഹചര്യം ഇനി അതിനകത്തില്ല. അതിജീവിച്ച് ഏതെങ്കിലും തരത്തിൽ ജോയി വരികയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടാകില്ല എന്ന് വിദഗ്ധർ, സ്ക്യൂബ വിദഗ്ധരടക്കം പറയുന്നുണ്ട്. കാരണം എക്യുപ്ഡായി സ്ക്യൂബ വിദഗ്ധരടക്കം ഈ ടണലിനുള്ളിലേക്ക് ഇന്നലെ മുതൽ കടന്നപ്പോൾ തന്നെ അവർ പറയുന്നത്, ഒന്ന് അത്യന്തം നമുക്ക് സഹിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ദുർഗന്ധമുണ്ട്, അതിനപ്പുറത്തേക്ക് മാലിന്യമുണ്ട്. ഇന്നലെ ഇതിലേക്ക് ജോയി വീഴുന്ന സമയത്ത് അടിയൊഴുക്കുണ്ടായിരുന്നു. മാത്രമല്ല ഇരുട്ടാണ്. അങ്ങനെ സർവൈവ് ചെയ്യാൻ ഒരു തരത്തിൽ പോലുമുള്ളൊരു സ്പേസും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ് 28 മണിക്കൂറായി ഒരു മനുഷ്യൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിൻ്റെ ഈ തിരച്ചിലൊരു പോസിറ്റീവ് രീതിയിലേക്ക് പോയാലും പുറത്തു വരുന്നത് ഒരു ദുഃഖകരമായ ഒരു കാര്യമായിരിക്കാം. അകത്തേക്ക്, അതായത് ഇപ്പോൾ പരിശോധന നടക്കുന്നത് റെയിൽവേയുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പിൻഭാഗത്തുള്ള ഈ ടണലിൻ്റെ എക്സിറ്റിലാണ്. ആ എക്സിറ്റ് വഴി അകത്തേക്ക് കടന്നുകൊണ്ട് കുറച്ച് മീറ്ററെങ്കിലും, ഒരു 20 മീറ്ററെങ്കിലും അകത്തേക്ക് കടന്നുകൊണ്ടൊരു പരിശോധന ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. നേരത്തെയൊക്കെ, അതായത് ഇന്ന് ഉച്ചവരെ പരിശോധന നടത്തിയത് ഈ ടണലിൻ്റെ എൻട്രിയിലും അതേപോലെ തന്നെ 3ാം പ്ലാറ്റ്ഫോം നമ്പറിൻ്റെ സമീപത്തെ മാൻഹോളിലുമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ആ രണ്ടിടത്ത് നിന്ന് ഒരു 70 മീറ്റർ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, എക്യുപ്ഡായി ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള കാര്യങ്ങളുമായി വീണ്ടും സ്ക്യൂബ സംഘത്തിലെ 2 അംഗങ്ങൾ അവർ ഈ മാലിന്യ കൂമ്പാരത്തിന് നടുവിലൂടെ ഈ എക്സിറ്റ് വഴി ടണലിൻ്റെ എക്സിറ്റ് വഴി അകത്തേക്ക് ഇങ്ങനെ കടന്നു പോകുന്നൊരു കാഴ്ച. അത് സ്വാഭാവികമായും ദുഃഖകരം, അതിനും അപ്പുറത്തേക്ക് നാണക്കേടുണ്ടാക്കുന്നൊരു കാഴ്ചയാണ്. 28 മണിക്കൂർ 10-30ലധികം വരുന്ന സ്ക്യൂബ സംഘം ഈ വൃത്തികെട്ട, മുൻപ് സലീം മാലിക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷന് പിൻഭാഗത്തെ റെയിൽവേയുടെ കെട്ടിടത്തിലുള്ള അവരുടെ ഈ മാലിന്യം, അതായത് ബാത്റൂം മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു ഇതുമില്ലാതെ തുറന്നുവിടുന്ന, ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് തുറന്നുവിടുന്ന കാഴ്ചയുണ്ട്. ആ വെള്ളത്തിലാണ്, അതായത് കറുകറാന്നിരിക്കുന്ന, അത്യന്തം വെള്ളത്തിന് നിറം പോലും ഇല്ലാത്ത ഈ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങൾ, അതെന്തൊക്കെ മാലിന്യമുണ്ടെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന രീതിയിലേക്കുള്ള മാലിന്യമുള്ള ഈ വെള്ളത്തിലേക്ക് ഫയർഫോഴ്സിലെ കുറച്ച് മനുഷ്യർ കഴിഞ്ഞ് 27-28 മണിക്കൂറായി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ അത് നമ്മളെ സംബന്ധിച്ച് വേദനയുണ്ടാക്കുന്നൊരു കാഴ്ചയാണ്. പക്ഷേ അപ്പോഴും അവർ ഈ മിഷനിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല. നേരത്തെ നമുക്കറിയാം, ഉച്ചയ്ക്ക് രാവിലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷം എടുത്തൊരു തീരുമാനം, അതിലൊന്നെന്ന് പറയുന്നത് 24 മണിക്കൂർ തുടർച്ചയായ പരിശോധന ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്, NDRF-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. ആ പരിശോധന ഈ മലിനജലത്തിൽ കുറച്ച് മനുഷ്യർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും ബാത്റൂം മാലിന്യം ഈ റെയിൽവേയുടെ ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീഴുന്നുണ്ട്. ആ രീതിയിലേക്ക് ആമയിഴഞ്ചാൻ തോടിനെ മലിനപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ശ്രമങ്ങൾ അത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും നമ്മളുടെ ഇപ്പോഴത്തെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് ജോയിക്ക് എന്ത് സംഭവിച്ചു. ഒരു സാധാരണ മനുഷ്യൻ, നമുക്കറിയാം, ഈ രീതിയിൽ തോട്ടിലിറങ്ങി ഈ മാലിന്യം വൃത്തിയാക്കാനുള്ള ജോലി അദ്ദേഹം തിരഞ്ഞെടുക്കണമെങ്കിൽ കുറച്ചെങ്കിലും ജീവിക്കാനുള്ള ഒരു പണം, ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അന്നേക്കുള്ള അന്നം കണ്ടെത്താനുള്ള ഒരു വഴിയുടെ ഒരു ജീവിത
വഴിയുടെ ഭാഗമായി അദ്ദേഹം അങ്ങനെ തോട്ടിലിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടതാണ്. ആ അപകടത്തിന് പിന്നാലെ 28 മണിക്കൂർ പിന്നിടുന്നു. എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഫയർഫോഴ്സിനെ നമുക്ക് ഇക്കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം. ഇത് ഒരു നോർമൽ ദുരന്തമുഖമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ദുരന്തമുഖമല്ല. കാരണം ഏത് മനുഷ്യൻ ഇറങ്ങി നിൽക്കും ഇത്രയും മലിനജലത്തിൽ, ഇത്രയും വൃത്തികെട്ട സാഹചര്യത്തിൽ? അവിടെ കഴിഞ്ഞ 28 മണിക്കൂർ ഈ ഫയർഫോഴ്സിലെ സ്ക്യൂബ സംഘവും ഫയർഫോഴ്സിലെ ജീവനക്കാരും, അതിൽ ഒരാളുടെ മാത്രം പേരെടുത്ത് പറയാനില്ല, എല്ലാവരും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിൽ ഇപ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ 10-ലധികം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഒരേ രീതിയിൽ അവർ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ടണലിനകത്തേക്ക് ഒരു സംഘം, 2 അംഗ സംഘം പോയിട്ടുണ്ട്. അവർ നേരത്തെ പോയ സംഘം അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മടങ്ങിയെത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അതേ സംഘം തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരു 20 മീറ്ററെങ്കിലും കുറഞ്ഞത് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞാൽ ആ ഭാഗത്ത് ജോയില്ലെന്ന് ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ പരിശ്രമിക്കുന്ന ഒരു കാര്യം. വെള്ളത്തിൻ്റെ അളവടക്കം ഉയർത്തിക്കൊണ്ട്, അതായത് ഇവർക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലേക്ക് എഫക്റ്റീവായി വരും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒഴുകി വരുന്ന മാലിന്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ജിനൂസ് രാജ ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി സൂം ചെയ്താൽ അവർ തിരികെ എത്തിയിട്ടില്ല. അവരെ കാത്ത സ്ക്യൂബ സംഘത്തിലെ മറ്റുള്ളവർ നിൽക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് കണ്ടെത്തേണ്ടത് ജോയിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രൈം കൺസേൺ. പഴി ആർക്ക് എന്നുള്ളത് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ അപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ ദൃശ്യങ്ങൾ സ്വാഭാവികമായും നമ്മളെ അലോസരപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് മുൻപിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കാരണം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് തുടർച്ചയായി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളെ ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാണ്, നമ്മുടെ ടീം അംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഈ ഒരു പഴവങ്ങാടി ഭാഗത്ത് നിന്നൊരു ഫോൺ വരുന്നു. അവിടെ ഒരു കച്ചവടം നടത്തുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നതിന് വൃത്തികെട്ട രീതിയിലേക്ക് ഈ പഴവങ്ങാടി ഭാഗത്ത്, ഒരു പ്രധാനപ്പെട്ട റോഡിന് തൊട്ടിപ്പുറത്ത ഭാഗത്ത് മാലിന്യം കുന്നുകൂടി വെള്ളമൊഴുകാത്ത സ്ഥിതിയുണ്ട്. കുറച്ച് മാസങ്ങൾ കൂടിയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് കാണിച്ചു കൂട്ടി പോകുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നീക്കം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ 2 കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. അതിലൊന്ന്, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തമ്പാനൂർ പോലെ ആയിരക്കണക്കിന് മനുഷ്യർ പല ആവശ്യങ്ങൾക്കായി ഭരണസിരാകേന്ദ്രത്തിലേക്ക് അടക്കം എത്തുന്നവർ, അവിടെയാണ് ആ മൂക്കിന് തുമ്പിലാണ് ഈ രീതിയിൽ മാലിന്യം കുന്നുകൂടി കിടന്നത്. പലയാവർത്തി നമ്മളടക്കം നമ്മളുടെ പൊതുജനം കഴുതയില സാർന്ന പരിപാടിയിലടക്കം ആവർത്തിച്ച ഇതേ തോടിൻ്റെ അവസ്ഥ നമ്മൾ പലയാവർത്തി കാണിച്ചു തന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ നമുക്കതിന് വില കൊടുക്കേണ്ടി വന്നു. ഇനിയെങ്കിലും ശ്രമകരമായ ഒരു രീതി, ഒരു മാലിന്യ നിർമ്മാർജ്ജനം ഇക്കാര്യത്തിൽ റെയിൽവേ പരിധിയാണ്. റെയിൽവേ ആയിരുന്നു ഇതിൻ്റെ ഈ ക്ലീനിങ് നടത്തേണ്ടത്. അവർ നടത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആമിഴഞ്ചാൻ തോടിൻ്റെ മറുഭാഗത്ത് അത് ബന്ധപ്പെട്ട അധികാരികൾ നടത്തിയില്ലെങ്കിൽ അത് സ്വാഭാവികമായും വലിയ പഴി കേൾക്കേണ്ടി വരും. അക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ ആ പഴി ഉയരും. കാരണം ഒന്ന് നോക്കൂ, ആ ദൃശ്യങ്ങൾ അത് നമ്മളെ അരോസരപ്പെടുത്തുന്നുണ്ട്. കാരണം അത് മനുഷ്യജീവനുകളാണ് ആ മലിനജലത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. അവരുടെ ജോലി, അവർക്ക് കിട്ടുന്ന ശമ്പളം, അതൊക്കെ നമുക്ക്, ആ സംസാരങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും ഇങ്ങനെ അറപ്പ് തോന്നുന്ന ഈ വെള്ളത്തിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രളയമുണ്ടാകുമ്പോഴൊക്കെയുള്ള രക്ഷാപ്രവർത്തനത്തെക്കാൾ കൂടുതൽ ദുസ്സഹമാകുന്നത് ഇതിലേക്കൊരു മനുഷ്യജീവൻ ഇറങ്ങി നിൽക്കണം, ഒരു മനുഷ്യൻ ഇറങ്ങി നിൽക്കണമെന്ന്. പക്ഷേ മടിയില്ല. കഴിഞ്ഞ മണിക്കൂറുകളായി മനുഷ്യർ ഇവിടേക്ക് ഇറങ്ങി നിന്ന ടണലിൻ്റെ എൻട്രി ഭാഗത്തേക്ക് തുടർച്ചയായി ഏതാണ്ട് 17 മണിക്കൂറോളം നടത്തിയ തിരച്ചിൽ, മാൻഹോളിൽ ഇറങ്ങി പരിശോധിച്ചു. ഒടുവിൽ എക്സിറ്റ് ഭാഗത്തെ, ടണലിൻ്റെ എക്സിറ്റിലേക്ക് അവരെത്തി പരിശോധന നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്ക് പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്ത, അധിക നേരം ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം അത്രയ്ക്കുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ദുർഗന്ധം. അതിനുമപ്പുറത്തേക്ക് ഈ കാഴ്ച പോലും നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. കറുത്ത് ഇരുണ്ടു പോകുന്ന വെള്ളം, ആ വെള്ളം തന്നെ ഈ മാലിന്യത്തിൻ്റെ തോത് മനസ്സിലാക്കും. ഇതിലൂടെ ഒഴുകിപ്പോകുന്ന മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങൾക്ക് നടുവിലാണ് ജോയിയെയും കാത്ത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ജോയിക്ക് വേണ്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയാലും സൈന്യം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കും, നാവികസേന ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കുമെന്നുള്ളൊരു വാക്കിതുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വൈകിട്ടോടുകൂടി നാവികസേന ഇവിടേക്ക് എത്തി അവരും പരിശോധനാ നടപടികളിൽ പങ്കുചേരും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും സ്ക്യൂബ സംഘത്തിലെ 2 പേർ അകത്തേക്ക് പോയിരിക്കുന്നു. ഇതുവരെയും അവർ മടങ്ങിയെത്തിയിട്ടില്ല. അവർ മടങ്ങിയെത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരച്ചിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പോസിറ്റീവ് എൻ്റെ അക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ജീവിക്കാൻ വേണ്ടി പണിയെടുക്കാൻ വന്നൊരു സാധാരണ മനുഷ്യൻ, മാരായമുട്ടം സ്വദേശി ജോയി, ആ ജോയിയുടെ അമ്മയുടെ കരച്ചിലടക്കം നമ്മൾ ഇന്ന് കണ്ടതാണ്. ആ ജോയിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജോയിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ. കാരണം സാധാരണക്കാരിലും
സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പട്ടിണി അകറ്റാൻ പണിക്ക് വന്നതാണ്. ആ പണിക്കിടയിൽ മാലിന്യ കൂമ്പാരത്തിലേക്ക്, നമ്മളടക്കം ഉപേക്ഷിച്ച മാലിന്യ കൂമ്പാരത്തിലേക്ക് ജോയി വീഴുന്നു. അതിനുശേഷം സമാനതകളില്ലാത്ത, നമ്മൾ മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത തിരച്ചിലിൻ്റെ പരിശോധനയുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ മണിക്കൂറുകൾ നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്. ആ രക്ഷാപ്രവർത്തനം ഇതുവരെയും അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. 27 മണിക്കൂർ പിന്നിട്ട് 28ാം മണിക്കൂറിലേക്ക് പോകുന്നു ജോയിക്കായിട്ടുള്ള കേരളത്തിൻ്റെ കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിനൊടുവിൽ എന്താണ് റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ നമുക്കൊരു ധാരണ ഇപ്പോൾ ഉണ്ട്. അത് പറയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്, മാത്രവുമല്ല നിർഭാഗ്യകരമെന്ന് മാത്രമേ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ജീവിക്കാൻ വേണ്ടി ഈ മലിനജലത്തിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സർവൈവൽ സാധ്യത അത് നമുക്കിനി എത്ര കണ്ടുണ്ട്, ഒരു 5% അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കാരണം സ്ക്യൂബ സംഘത്തിലെ അംഗങ്ങൾക്ക്